പ്രവാസികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കൈയൊഴിയുന്നതായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്. ഗൾഫ് മേഖലകളിലേക്ക് പുതിയ വിമാന സർവീസുകളും യാത്രാനിരക്ക് കുറയ്ക്കാനുള്ള ശക്തമായ ഇടപെടലുമാണ് പ്രവാസ ലോകം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ബജറ്റിൽ നിരാശയായിരുന്നു ഫലം. സീസൺ എന്ന പേരിലുള്ള വിമാന കമ്പനികളുടെ ടിക്കറ്റ് കൊള്ളയ്ക്ക് കടിഞ്ഞാണിടാനും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമില്ല. 120 ബില്യൺ US$ സമാനമായ ഇന്ത്യൻ രൂപ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് അയക്കുന്ന പ്രവാസികളെ സമ്പൂർണ്ണമായും തഴഞ്ഞ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം ബജറ്റിൽ പരിഗണിച്ചില്ലെന്ന് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കേരളത്തിലെ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ₹1 പോലും അംഗീകരിച്ചില്ലെന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷക്കണക്കിന് കോടി രൂപ രാജ്യത്തേക്ക് അയച്ച് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തെ ഏറ്റവും ഗംഭീരമാക്കുന്ന പ്രവാസികളോട് ഒരു കരുണയും കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചില്ല എന്ന് ധനകാര്യമന്ത്രിയുടെ ബജറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾ, പെൻഷൻ പോലെയുള്ള പദ്ധതികൾ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ധനസഹായം വേണം എന്ന് നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു വരികയാണ്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ അക്കാര്യം നിവേദനത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളം നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾക്കും ₹1 പോലും അനുവദിച്ചില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. പ്രവാസികളുടെ ആവശ്യങ്ങൾ പരിപൂർണമായി അവഗണിച്ച കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പ്രവാസി സംഘടനകളും പറയുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.